നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 442nd day. Today 22nd sloka of Pradhama Skanda 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 742 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകം. ഓം അർജുന ഉവാച. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാമവയം കര. ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേ. ഓം തത്സത്. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാമഭയങ്കര. ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാം അഭയങ്കര. ത്വമേകോ ദഹ്യമാനാനാം അപവർഗ അസി സംസ്കൃതേ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. കൃഷ്ണ കൃഷ്ണ അല്ലയോ കൃഷ്ണ. മഹാഭാഗ മഹാമഹിമയുള്ളവനെ, മഹിമശാലി. ഭക്താന ഭക്തന്മാരുടെ. അഭയങ്കര ഭയത്തെ ഇല്ലാതാക്കുന്നവനെ. ത്വമേക ത്വം ഏക. ത്വം നിങ്ങൾ മാത്രം, അവിടുന്ന് മാത്രം. ഏക ത്വം എന്നാണ് അത് വായിക്കേണ്ടത്. കേവലനായ നിൻ തിരുവടി, നീ അവിടുന്ന് മാത്രം. അപവർഗ മോക്ഷപ്രദവനായിട്ട്. ദഹ്യമാനാന ദഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്. അപവർഗ മോക്ഷപ്രദനായിട്ട്. അസി ഭവിക്കുന്നു. ദഹ്യമാനാനാം അപവർഗ അസി. അങ്ങനെയാണ് അത്. ദഹിപ്പിക്കുന്നവർക്ക് മോക്ഷപ്രദനായിട്ട് ഭവിക്കുന്നു. സംസ്മൃതേ സംസാരം ഹേതുവായിട്ട്. അതായത് അല്ലയോ കൃഷ്ണ കൃഷ്ണ മഹിമശാലിയായിട്ടുള്ളവനെ, സംസാര ദുഃഖം കൊണ്ട് ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ ആ ദുഃഖത്തെ തീർത്ത് പരമാനന്ദ രൂപമായ മോക്ഷത്തെ നൽകുവാൻ അവിടുന്ന് അല്ലാതെ, ഏകനായിട്ടുള്ള അവിടുന്ന് അല്ലാതെ വേറെ ആരാണ് ഉള്ളത്? അവിടുന്ന് മാത്രമേ ഉള്ളൂ. ഏകനായിട്ടുള്ള അവിടുന്നാണ് എല്ലാവർക്കും നന്മ, അല്ലെങ്കിൽ എല്ലാവരുടെയും സംസാര ദുഃഖത്തെ നശിപ്പിക്കുവാൻ അയോഗ്യയായിട്ടുള്ളത്, അല്ലെങ്കിൽ പറ്റുന്നവനായിട്ടുള്ളത് അവിടുന്ന് മാത്രമാണ് എന്ന് അർജുനൻ പറയുകയാണ്. അർജുനൻ്റെ നേരെ അശ്വത്ഥാമ വായിച്ച ബ്രഹ്മാസ്ത്രം ചുറ്റുവട്ടും ദഹിപ്പിച്ചുകൊണ്ട് പാഞ്ഞു വരികയാണ്. അപ്രകാരം ആ ബ്രഹ്മാസ്ത്രം വന്നുകൊണ്ടിരിക്കുമ്പോൾ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാൻ, തൻ്റെ തേരാളിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അഭയം പ്രാപിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ കൃഷ്ണ, അവിടുന്നല്ലാതെ ഈ ലോകത്തിലുള്ള ജനങ്ങളുടെ ദുഃഖത്തെ നശിപ്പിക്കുവാൻ ആയിട്ട് വേറെ ആരുമില്ല. അവിടുന്ന് മാത്രമേ ഉള്ളൂ സംസാര ദുഃഖത്തിൽ ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ ദുഃഖത്തെ ശമിപ്പിക്കുവാൻ യോഗ്യനായിട്ടുള്ളൂ. അങ്ങനെയുള്ള അവിടുന്ന് എൻ്റെ നേരെ വരുന്ന ഈ ബ്രഹ്മാസ്ത്രത്തെ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നാണ് അർജുനൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് പറയുകയാണ്, ലോകത്തുള്ള എല്ലാ ഭക്തന്മാരുടെയും
സംസാരം, അതായത് അവരുടെ ലൗകിക ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന ദുഃഖത്തിൽ നിന്നും ദഹിച്ചുകൊണ്ടിരിക്കുന്ന ലൗകിക ദുഃഖത്തിൽ നിന്നും ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരെ രക്ഷിക്കാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ. അവിടുന്ന് കരുണ ചെയ്യണമേ, എന്നെ ഈ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറയാതെ പറയുകയാണ് അർജുനൻ. ശ്ലോകം ഒരിക്കൽ കൂടി. അർജുന ഉവാച കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാമഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസ്കൃതേ ഈ ലോക ദുഃഖത്തിൽ നിന്നും ഉള്ള അർത്ഥത്തിൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.